ഞാൻ ജയിക്കും. ആ എടുത്തോട്ട് മാറ എടുത്തോട്ട് മാറ എടുത്തോട്ട് മാറേ. വലത്ത് 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 വെടിവെക്കുവേ. എന്തുവാടാ വെടിവെക്കെന്ന് പറഞ്ഞു? ഞാൻ ഇത് കളിക്കുമില്ലയോ? ക്ലാസ്സിൽ ഫോൺ കൊണ്ടുവന്നോ നീ? പിന്നെ ഞാൻ സാറിനോട് പറയാം, ഇന്ന് സാറി കോട്ടെ, ഞാൻ സാറിനോട് പറയുവേ. പറയാൻ ഞാൻ ഇപ്പൊ മേടിച്ചേരാ. ഞാൻ പറയത്തില്ല. നമ്മളെ എന്താണെന്നറിയാമോ ഇന്ന് ഇവിടെ ഇരുത്തി പഠിപ്പിക്കുന്നേ? എന്ത് വരുന്നു? നമ്മുടെ ക്ലാസ് റൂമിൽ ഓടിന്ന് മാറാൻ പണിക്കാർ വരുന്നു. അയ്യോ, പിള്ളേരാരും വന്നില്ലേ ടൂർ പോയിട്ട്? ഇതോടെ വന്നില്ലടാ. അത് അവര് താമസിക്കുന്നത് എന്തുവാണെന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഞാൻ കുഞ്ഞമ്മയെ കണ്ടേ. കുഞ്ഞമ്മ എന്നോട് ചോദിക്കുക, നീ പഠിച്ചോ വളർന്ന് എന്തോ അങ്ങനെ ആഗ്രഹമെന്ന്. നീ എന്നാലും എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാൻ ഗൾഫിൽ പോകുന്നു പറഞ്ഞു. ഇവിടെ ഗൾഫിൽ പോണ പൊട്ടാ എയർപോർട്ട് വേണം. മണ്ട എയർപോർട്ട് അല്ലടാ, പാസ്പോർട്ട്. പാസ്പോർട്ട് കൂടി നീ എവിടെ പോകും? എയർപോർട്ടിൽ പോകണം. എയർപോർട്ട് അന്നേരം വേണ്ടേ? എനിക്ക് സ്വന്തമായിട്ട് എയർപോർട്ട് ഇല്ലല്ലോ. ഇല്ല. രമേശ് പറയുവാടാ, പിന്നെ സൂര്യ പുതിയ സിനിമ ഇറങ്ങിയില്ലയോ, അത് പൊട്ടിപ്പോയിരുന്നു. കുപ്പി ക്ലാസ്സിലായിരിക്കും. കുപ്പി ക്ലാസ് പങ്കെടുക്കുന്നത് സാമ്പത്തികമായിട്ട് പൊട്ടിപ്പോയിരുന്നു. സാമ്പത്തികമായിട്ട് പൊട്ടിയല്ലോ. ഞാൻ വിജയ് ഫാനാ. ഞാൻ സൂര്യ. ഞാൻ വിജയ് ഫാനാ. ഞാൻ സൂര്യ. വിജയാണ്. സൂര്യ എന്തിനാണ് ക്ലാസ് എവിടെ കേൾക്കാൻ കിടന്നോട്ട് മാവുന്നത്? താഴെ ഒന്നപ്പം കേട്ടോ. നിങ്ങൾ ആടെ ഫാനായാലും എന്തോ അവരൊക്കെ പഠിച്ച നല്ല നിലയിലായി. ഇന്നിവിടുത്തെ ടീച്ചർമാരും കുട്ടികളും എല്ലാം ടൂർ പോയിട്ട് അവര് പോയ ബസ് ബ്രേക്ക് ഡൗൺ ആയി അവിടെ കിടക്കുക. അവര് നാളെ വരത്തുള്ളൂ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് MH വിളിച്ചു പറഞ്ഞു, HM വിളിച്ചു പറഞ്ഞു ഇന്നോട് വന്ന് ക്ലാസ് എടുക്കണമെന്ന്. അതിനാണ് ഞാനിപ്പോ ഇവിടെ വന്നത് കേട്ടോ. ബയോളജിയുടെ കുറെ ചോദ്യങ്ങളെ അങ്ങോട്ട് ചോദിക്കാം. ബുക്കെടുക്ക. സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇല്ല. ഇല്ലാന്നും പറയരുത്, ഇല വെച്ചാണ്. പക്ഷിശാസ്ത്ര ഗവേഷണത്തിൽ പരിഹാരം കണ്ടെത്തുന്നത് ആര്? വവ്വാല്. അതിന്റെ കോട്ടുള്ളത്. ശരിയാ സാറേ. ചേട്ടാ അതിന്റെ ശാസ്ത്ര ഗവേഷകരാണ്. അതറിയാമോ? വേറെ കിളിയാ. വവ്വാലാന്ന് ഉടനെ. കിളിയാന്നോ കണ്ടെത്താന്നോ എനിക്ക് നാളെ ഞാൻ വരത്തില്ല, എനിക്ക് ലീവ് വേണം. എന്തോത്തിന്? ചിലപ്പോൾ ചെറിയൊരു മരണം കാണും. ചെറിയൊരു മരണം. ആരാടാ? അപ്പൂപ്പ മരിക്കാൻ പോവാ. നമ്മുടെ അപ്പൂപ്പ 95 വയസ്സുള്ള. എന്തിനു പോവാണ്? അവിടെ നിന്നാണ് കിടക്കാൻ പറയാം. നിങ്ങളുടെ വീട്ടിലല്ലയോ? എനിക്കറിയാൻ വയ്യേ. സാറെ ക്ലാസ്സിൽ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ടുവന്നു കേട്ടോ. നിനക്കെന്ത് സാറല്ലേ പറഞ്ഞ ലാസ്റ്റ് പീരീഡ് ഡ്രില്ലിംഗ് ഉണ്ടെന്ന്? കൈ കൊടുത്തിട്ട് ആ ഡ്രില്ലിന്റെ കാര്യമാണ്. ഡ്രില്ലിന്റെ പീരീഡ് ഉണ്ടെന്നാ പറഞ്ഞത്. മലയാളത്തിന്റെ ഗ്രാമർ നമുക്ക് ആദ്യം പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കർത്താവ്, കർമ്മം, ക്രിയ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭാവി, ഭൂതം, വർത്തമാനം. അപ്പൊ ആദ്യം നമുക്ക് വർത്തമാനം പറയാം. അന്നെല്ലാം എടുത്തു വെച്ചോ, എനിക്കും അതായിട്ടോ. ഇവിടെ ഗ്രാമർ പഠിക്കാം. കേട്ടിട്ടില്ലേ? നടന്നുകൊണ്ടിരിക്കുന്ന എന്തിനെയാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനം. നടന്നുകൊണ്ടിരിക്കുന്നു. സാറേ ഇത് സംശയം. നടന്നുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റൂ? ഒന്ന് ഇരുന്ന് കഴിഞ്ഞൊന്ന് നടക്കുവോ, നടന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുവാണെങ്കിൽ അത് അങ്ങനെ നടക്കുന്ന ഇരിയോടെ. അടുത്തത് ഭാവി. അഖിൽ പറയണ ഭാവി പറ. ഭാവി പറ എന്ന് വെച്ചാ വരാനിരിക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭാവി കാലം. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞമ്മയും മക്കളും അവര് ഗൾഫിൽ വരാനിരിക്കുക. ഒറ്റ അടി ഞാൻ കാലം മുട്ടു തീർത്ത് തന്നാലെന്തോ. ശ്രദ്ധിക്കട്ടേ ഇല്ലേ? പര്യായപദം പറ. സ്ത്രീയെ കുറിച്ച് പര്യായപദങ്ങൾ പറഞ്ഞേ സാറേ. സ്ത്രീയെ കുറിച്ച്. സ്ത്രീ, നാരി, അമ്മായി, പെണ്ണുമ്പുള്ള, ഒരുത്തി. ടീച്ചറിന്റെ പേര് പറഞ്ഞു ഞാൻ അടിക്കുന്നില്ല. സ്ത്രീയാ, അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല. ഒരൊറ്റ അടി ഞാൻ തന്നെ കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അടുത്ത നീ വേണം. വനത്തെ കുറിച്ച് പര്യായം പറഞ്ഞേ. കാണണം. ഇത് കാണണം. ഞാൻ അതിനു വേണ്ടി ഇരിക്കുക. ഞാൻ കാനനം. കാനനം. കാട്. പുതുകാട്. അതെന്റെ ഗതികേടായിപ്പോ. എന്തോ ഇടപാടാണ്. ഇതൊന്നും അറിയത്തില്ല. ഇങ്ങോട്ട് നോക്കിയേ. അടുത്ത പദ്യം ചൊല്ല്. പല പല നാളുകൾ ഞാനൊരു ഒഴിവായി. പാടാ. എന്തെഴുന്നേറ്റ് പാടാ. പല പല നാളിൽ ഞാനൊരു നാളുകൾ ഞാനൊരു പിഴുവായി പവിഴത്തിലുറങ്ങി തിരുവം വെട്ടം അറിയാതെ അങ്ങനെ നാളുകൾ നീക്കി ബല 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 ബാഹുവേലി ഉളനീളം പായും പോലി ഉളനീലൻ നീളത്തി ബാക്കി നീ പാടാ. ബാഹുബലി കളിക്കുന്നു പഠിപ്പിക്കുന്ന സമയത്ത്. അടുത്ത വിഷയം കണക്കാം. 5 വിഷയം കണക്കാൻ പഠിക്കുന്നത് ബുക്കെടുത്തൊക്കെ. കണക്കാണ്
പിന്നെ പഠിപ്പിക്കണം. അനന്ത് വരുന്നേറ്റേ ഇത് സാറേ ആ 3ന്റെ പട്ടിക കൊണ്ടില്ലേ? 3ന്റെ ആ ഒരു 3 ആ 2 3 ആ സ്ഥലം സാറും ചൊല്ലിക്ക് 1 3 3 2 3 6 അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ അത്. അങ്ങനെ സാറേ സംശയം ഉണ്ടായിരിക്കും. വിളിക്കാൻ പോയി. ഹലോ എന്തുവാ സാറേ? വനജ ടീച്ചറെ, സാറ് ക്ലാസ് എടുക്കാൻ സമ്മതിക്കില്ലേ? അല്ല ഞാനത് പറയട്ടെ. ഇവിടെ കുട്ടികളെ ഞാൻ 3ന്റെ പട്ടിക ചൊല്ലിപ്പിച്ചേ. അതിന് അപ്പൊ ഒരു സംശയമുണ്ട്. അപ്പൊ 3 വരുമോ? ഞാനെന്തിനാ സാറിന്റെ കൂടെ 3 വരുന്നേ? സാറേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ കുടുംബവും പിള്ളേരുമായിട്ട് അന്തസ്സായിട്ട് കഴിയുക. എന്റെ കുടുംബം കുളം തോണ്ടരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തോരും പറയുമ്പോ അവര് വേറെ അതെന്താ പറഞ്ഞേ? 3 ശരിയാന്ന് ഞാൻ പറഞ്ഞേ. അവരോട് പറഞ്ഞു ഞാൻ 3 ടൂറിന് പോകുന്നുണ്ടോ അതും ഇതൊക്കെ എന്നോട് ചോദിക്കും. ഇത് 3ന്റെ പട്ടിക ഈ ക്ലാസ്സിൽ ഒരൊറ്റ ഒരെണ്ണം ചൊല്ലിയേക്കരുത്. പറഞ്ഞേട്ടല്ലോ 7ന്റെ പട്ടിക എഴുന്നേറ്റുള്ള എഴുന്നേറ്റ് ഏതാണ്ട് ചോദിക്കുന്നു. അഖിലേ 7ന്റെ പട്ടിക ചൊല്ലാൻ 7ന്റെ ഇല്ലയോ? അല്ല 7ന്റെ കേട്ടിട്ടില്ല. 7 ഇത് എഴുതിയത് ആര്? ഞാൻ ഈ 7 14 ലോഹം. ഞാൻ കണ്ടോണ്ടിരിക്കുവാ ഇപ്പൊ. ഞാൻ കണ്ടോണ്ടിരിക്കുവാ. കൈ അങ്ങ് നീട്ടിക്കോ. എഴുതിയത് ഞാന് ആര് എഴുതിയതാണ്? ചുമന്ന് അടുത്തത് ഒരു മനക്കണക്കാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. മനക്കണക്ക്? അതെടുത്ത് അങ്ങോട്ട് വെക്ക്. മനക്കണ ബുക്ക് വേണ്ട. എന്റെ കയ്യിൽ 7 തേങ്ങയുണ്ട്. എവിടെ നിന്ന് കിട്ടി സാറേ? 2 എണ്ണം അഖിലിന് കൊടുത്തു. എനിക്ക് വേണ്ട, വൈകിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. മനക്കണക്കാണോ? 3 എണ്ണം സുമേഷിന് കൊടുത്തു. ബാക്കി എത്ര തേങ്ങയുണ്ട്? സാറേ ഞാൻ ചോദിക്കട്ടെ, സാറെന്തിനു സുമേഷ് ഇപ്പൊ തേങ്ങ കൊടുക്കാൻ പോയി? അവന്റെ വീട്ടിൽ 3 തെങ്ങുണ്ട്. ഇഷ്ടംപോലെ അവിടെ കാശുള്ളെടുത്താണ് അവൻ. അവന്റെ സന്ധ്യക്കാണ്. സന്ധ്യയുടെ കാര്യം പറ. അല്ല മഞ്ജുവിന് വീട്ടിൽ ഒരു വകയില്ല. ഞാൻ അവൾ ചോറ് കൊണ്ടതും മുളക് കുഴച്ച് മാത്രം ഉള്ളത്. ഒരു തേങ്ങ കൊടുത്ത് അവിടെ ചമ്മന്തി അരച്ചോണ്ട് വരത്തില്ലേ? എന്താ വൃത്തിയാണ് സാറേ ഇത്? വേണം ഒരു 10 കിലോ ചേർത്ത് സാധനം മേടിച്ചോടെ. പിന്നെ പൂജ്യം കിട്ടത്തില്ലോ. എല്ലാം ഉള്ളടുത്ത് കൊണ്ട് തേങ്ങ കൊണ്ട് മനക്കണക്ക് പറയുമ്പോൾ കയറി വന്നോണ്ട. ഈ കണക്ക് പഠിക്കണ്ട. അവിടെ കണക്കിന് ബുക്ക് എടുത്തു നോക്കാം. എടുത്തു കണക്കിന് ബുക്ക് എടുത്തു വെക്കും. ഒരുപ്പിച്ചോണ്ട് വരാൻ ഹോമം ഒരുപ്പിച്ചോണ്ട് വന്നോ? എന്നിട്ട് എന്തിട്ടാ അവര് പഠിപ്പിക്കാൻ കൊടുത്ത പൈസ കിട്ടുമെന്ന് പറഞ്ഞില്ല. ആര്? എനിക്ക് കിട്ടും. നീ കൊടുത്തോ? എനിക്ക് കിട്ടിയില്ല. പേര് അഖിൽ, ഫാദർ നെയിം മോഹനൻ, അഡ്രസ് ചരിഞ്ഞ വീട് മേലാൽ വയ്ക്കത്തില്ല. പെരിങ്ങനാട് അതെന്തോടത്തില്ലെന്നല്ല, ചരിഞ്ഞ വീട് മേലെത്തിൽ നിന്നാ അച്ഛനാ എഴുതിയത്. അച്ഛന് കൊള്ളാൻ പോലും. വരുമാനം എത്ര? സ്വന്തമായി ഒന്നുമില്ല. വല്ലപ്പോഴും വീടിന്റെ മുകളിൽ കൂടി 2 3 എണ്ണം പറന്നു പോകും. അതെന്തോ വരുമാനം അല്ലോ വെച്ചേ. വിമാനം എത്രയാന്ന് പറഞ്ഞാൽ അച്ഛൻ എഴുതിയത്. ഇത് ഒന്നുകൂടെ പൂരിപ്പിച്ചോണ്ട് വരണം. വിമാനം മാറ്റിയാൽ മതി. വിമാനം മാറ്റിയാൽ മതി. അതിന് സമയം കഴിഞ്ഞില്ലേ അത് കൊടുക്കണ്ട. സ്കോളർഷിപ്പിലായിരുന്നു പൈസ കിട്ടിയാലും. അടുത്ത ഹിസ്റ്ററി പുസ്തകം ഹിസ്റ്ററി പഠിക്കുക. നിനക്കത് എനിക്ക് തരത്തില്ലായിരുന്നു. അപ്പോ ഹിസ്റ്ററി എന്നാൽ എന്ത്? പണ്ട് ആരെങ്ങാണ്ട് ഉണ്ടാക്കി വെച്ചമ്മാനാ. ഉണ്ടാക്കി വെച്ച ചരിത്രമാണ് ഹിസ്റ്ററി. പണ്ട് നടന്ന കാര്യങ്ങളാണ് ചരിത്രമാണ്. ശരി, നീ പറഞ്ഞത് ശരിയാണ് ഒരു കണക്കിന്. ശരിയാക്കിയില്ലേ? പിന്നെ അടുത്തത് 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും തമ്മിലുള്ള വ്യത്യാസം പറയാനെന്തു? സാറേ ഈ 2-ാം ലോകമഹായുദ്ധം എളുപ്പമായിരുന്നു. കാരണം അധികം പണിയില്ല. ആദ്യത്തെ 1-ാം ലോകമഹായുദ്ധത്തിൽ കുറച്ചുപേരൊക്കെ മരിച്ചല്ലോ. ഒരു 4 മണി ആയപ്പോഴത്തേനും എല്ലാം പരിപാടി ഒതുക്കി വാളുമെല്ലാം കഴുകി വെച്ച് അവര് 4 ആയപ്പോഴത്തേനും എല്ലാവരും വീട്ടിൽ വന്നു. പിന്നെ അപ്പൊ സാർ ഒന്നുകൂടെ 1-ാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തവർ 2-ാം ലോകമഹായുദ്ധത്തിൽ ഇല്ലായിരുന്നു. നീ ഒന്നും പഠിക്കുകയും വേണ്ട. നീ ഒന്നും പഠിപ്പിക്കുന്നുമില്ല. എന്തോ ഞാൻ ഓർത്തിരിക്കുക. അടുത്ത കേട്ടോ ഇപ്പൊ ഇന്ത്യയുടെ ധീര വനിത ആര്? സ്പെഷ്യൽ പാസ് അനന്തോ. എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതാ ഇന്ത്യയുടെ ധീര വനിത. സ്പെഷ്യലി അതിനകത്ത് ഝാൻസി റാന്നി. കാരണം ഇത് ധീരവനിജാന്ന് എനിക്കറിയാം. ഞങ്ങളുടെ നാട്ടുകാരാന്ന് ഞാനിപ്പോഴും അറിയുന്നത്. റാന്നിക്കാരിയാ ഝാൻസി റാന്നി. ഝാൻസി റാണി. സാറ് സംശയം ഉണ്ടെ വിളിച്ചു ചോദിച്ചു. ഝാൻസി റാണി വരാൻ വഴിയില്ലല്ലോ. പലനും ഇട്ട് കൊടുത്തിട്ടുണ്ട്.
വഴി കിട്ടുമല്ലോ. ഝാൻസി റാണി ഝാൻസി റാണിയോ? അല്ല, സോറി, ഇന്ത്യയുടെ ധീര വനിത ടീച്ചറെ. എന്തുവാന്ന്? അല്ല, ഇന്ത്യയുടെ ധീര വനിത ആരാന്നറിയാമോ ടീച്ചറെ? കാർത്യായനി. എന്താ പറഞ്ഞു സാറേ? കാർത്തിയായനി. അതാരാ? നൈസായിട്ട് അവരെന്റെ തള്ളക്ക് വിളിച്ചതാ. ഇന്നാ നല്ലൊരെണ്ണം കിട്ടിയത്. അടുത്ത കോള് വരുന്നുണ്ടാ. വിമാനം വിമാനം കണ്ടുപിടിച്ചതാര്? ലെഫ്റ്റ് സഹോദരന്മാര്. ലെഫ്റ്റ് അല്ല, റൈറ്റ് സഹോദരന്മാർ. കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് പോയ കാര്യാ പറഞ്ഞേ. കണ്ടുപിടിച്ചിട്ട് അത് പിന്നെ ഇവിടെ നിൽക്കുവോ? നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണത്തെ കുറിച്ച് ഒരു 5 വാക്ക് പറയടാ. അത്തപ്പൂക്കളം ഇടും, ഉപ്പേരി ഉണ്ടാക്കും, ഉറിയടിക്കും, അച്ഛന്മാരെല്ലാം വെള്ളം അടിക്കും, ഞാനും അടിക്കും. ഞങ്ങളെ മാമ ചിറ്റപ്പനെ ചവിട്ടിയാന്ന് കേന്ദ്രീട്ട് അത് പറയണോ ഇവിടെ? എല്ലാ അനുഭവം പറയണ്ട, കുറച്ചൊക്കെ പറഞ്ഞ. ഓണത്തിന് നിന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യമല്ല, ഇതിന് ഞാൻ ഉത്തരം പറയേണ്ടതാ. പേപ്പർ നോക്കുന്നത് ഞാനാ. അവിടെ ഇരിക്കും. കാണിച്ചാൽ എത്രയായി സംസാരിക്കുക. ഇതിന്റെ ഒരു ബുക്കിനില്ലാത്തൊരു ചോദ്യം ചോദിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഏതാ? ഈ പൊറോട്ട. പൊറോട്ട. നിനക്കോ? എനിക്കും പൊറോട്ട. യെസ്. അപ്പൊ ഈ പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാവ് ഏതാ? മാവോ? ആ, ഇന്നാണ് നീ ഇതുപോലൊരു ചീത്ത പറഞ്ഞതാ കേട്ടോ. മൈദ. ആരാ പറഞ്ഞത്? മൈദ. അവിടെ പോയിരിക്കും. ശരിയാക്കിയപ്പോഴത്തേനും മൈദ. ഇതുപോലെ പറഞ്ഞ ഞാൻ അടിമൊഴിക്കുമ്പോൾ നോക്കിയതാ. മതി. എന്തു ചോദിച്ചാലും നിനക്ക് അത് ഭൂമിശാസ്ത്രത്തിന്റെ പുസ്തകം കൊണ്ട് എടുക്കും. ഭൂമിശാസ്ത്രത്തിന്റെ പെട്ടെന്ന് എടുക്കണേ. ഭൂമിശാസ്ത്രം അകറ്റി. അനന്തുവേ, എന്തോ നിന്നോട് ആദ്യം ചോദിക്കും, മഴ ഉണ്ടാകുന്നത് എങ്ങനെ? മഴ കടലിലെ വെള്ളം സൂര്യതാപേറ്റ് നീരാവിയായി ഇരുചെവി അറിയാതെ ഒരു മനുഷ്യനറിയാതെ മേളിച്ചെല്ലും. നല്ല ചെന്ന് എന്തോ സെറ്റപ്പ് ഉണ്ട് അവിടെ. അവരെല്ലാം സെറ്റ് ചെയ്തിട്ട് താഴോട്ടൊരു കീശി കിട്ടും. മഴ ഖലീഫ വെച്ച് അങ്ങനെ പറഞ്ഞതിനകത്ത് ശരി ഉത്തരവുണ്ട്. ഞാൻ പറഞ്ഞു. അത് നേരിട്ടങ്ങ് പറയരുതോ? ഇത്ര ഉള്ളായിരുന്നു. അവിടേക്ക് ഭൂമിയുടെ ആരം ആദ്യമായി കണക്കാക്കിയത് ആര്? എടത്വാനീഷ്. എന്തുവായിരുന്നു? എടാ, എറത്തോസ്തനീസ്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അഖിലേ, നീ വന്ന് പെട്ടെന്ന് നീ വന്ന്. നമ്മുടെ സ്റ്റാഫ് റൂമിന്റെ തൊട്ടപ്പുറത്തൊരു ജനലിലെ ഗ്ലാസ് പൊട്ടിയിരിക്കുക. അത് ഞാൻ മാറണോ? നീ മാറണമെന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്തൊരു ഗ്ലോബ് ഇരിപ്പുണ്ട്, പോയി എടുത്തോണ്ട് വരാൻ പറ്റും. ഓബോ എടാ, ഒരു നീല അരിവാളിനകത്തൊരു നീല പന്തിരുന്ന കറക്കത്തില്ല. അത് പറ, മനസ്സിലാകുന്ന ഭാഷയെ പറ. എളുപ്പടുത്തുള്ള ആളാണ്. എനിക്ക് അടുത്ത കോള് വരുമല്ലേ. എന്താ കറക്കുന്നേ? ഈ ഭൂമി കറങ്ങിയില്ലെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചിട്ട് അടിക്കാലോ. ഇതാണ് ഗ്ലോബ്. ഗ്ലോബ്. ഈ ഭാഗത്ത് കാണുന്നത് എന്താണെന്ന് അറിയാമോ? പാകിസ്ഥാൻ. ഇടിക്കട്ടെ, നമ്മൾ ശത്രു രാജ്യമല്ലേ? എടാ, അത് പാകിസ്ഥാൻ ഇടിച്ചാൽ ഇത് പൊട്ടി പോകത്തില്ലേ? ഇതൊരു ഗ്ലോബാ. ഇനി അടുത്തത് ഈ കാണുന്നതാണ് ശ്രീലങ്ക. ശ്രീലങ്ക അതാണ് സാറേ അതിന്റെ താഴെ കണ്ട. ഇതാ ശ്രീലങ്ക. പക്ഷെ മനുഷ്യനെ ഈ ശ്രീലങ്ക വിടരുത്. ഏത് സമയം അത് പറഞ്ഞ് വെള്ളത്തിൽ പോകും. ആ പരുവത്തിൽ നിൽക്കും അത്. ശ്രീലങ്ക പറഞ്ഞ് വെള്ളത്തിൽ പോകുന്നു. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതിൽ നിന്നും നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? കായ്ഫലമുള്ള മരത്തിൽ ചോട്ടി അങ്ങനെ പോയി ചിന്തിച്ചിരിക്കുക. എന്ത് മനസ്സിലാക്കാമെന്ന് ചോദിച്ചു. പരീക്ഷണം കണ്ടെത്തിയില്ലയോ? പരീക്ഷണമാണ്. ഓക്കെ. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ വർഷം? സാറേ, ഈ പറഞ്ഞ ഒരു ആപ്പിൾ വീണ് തല വീണെടുത്ത് കിടക്കുമ്പോ ഉടനെ കലണ്ടർ എടുക്കാനാണ് പോകുന്നത്. ആശുപത്രി കൊണ്ടുള്ള ഏർപ്പാട് ചെയ്യണം. ഇപ്പൊ തന്നെ ഈ മരത്തിന്റെ ഒരു കമ്പ് സാറിന്റെ തലെല്ലാം ഒടിഞ്ഞു വീണു. ഞാൻ ഈ ഡേറ്റ് നോക്കാൻ പോവാൻ സാറിനെ കൊണ്ട് പോകും. ആശുപത്രി കൊണ്ടുപോകും. നടന്നതാ. അപ്പൊ പിന്നെ എന്നാന്ന് എങ്ങനെ അറിയുന്നേ? ആർക്കറിയാ? ആപ്പിൾ എന്തെങ്കിലും വീഴും. മതി. ഒന്നാമത്തെ കാര്യം സത്യം പറഞ്ഞ സാറിന്റെ ക്ലാസ്സിൽ അങ്ങും ബോറടിയാ. പിന്നെ വേറെ ആരുമില്ല ഇവിടെ പഠിപ്പിക്കുക. 5 വിഷയം സാറ് തന്നെ. ആ ടൂർ പോയ പിള്ളേർ വരും. അതും ഇല്ല. വേറെ ആരുമില്ലെന്ന് ആര് പറഞ്ഞു? വേറെ ടീച്ചർ ഒരുപാട് പഠിപ്പിക്കാൻ. ടീച്ചർ വരുവോ? ഏത് ടീച്ചർ? വനജ ടീച്ചർ വരുവോ? വരുവടാ.
മോളി, എടി മോളി, തോമാച്ചും വിളിച്ചായിരുന്നോ? അവരെപ്പം വരുമെന്ന് അറിയാവോ? ഏറ്റുമാനൂർ കഴിഞ്ഞെന്നാ അപ്പച്ച പറഞ്ഞേ. ഇപ്പൊ എത്തുമായിരിക്കും. ആ വരട്ടെ. അവളുടെ ജീവനേലും തിരിച്ചു കിട്ടിയില്ലോ എന്റെ തമ്പുരാനെ. മോൾ വല്ലാണ്ട് മെലിഞ്ഞു പോയി കാണും. 3-4 മാസമായില്ലേ? എന്റെ മാതാവേ, ഞാനിനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? മയക്കുമരുന്നിൽ പിടിക്കപ്പെട്ട മോളുടെ അമ്മയായി പോയില്ലേ? വീടും കടയും എല്ലാം പോയി. ആ സാരമില്ല മോളെ, ഒന്നുമില്ലാതെയാ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. വെറും കൈയോടെയാ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടതും. എന്നാലും ഒരിക്കലും കരഞ്ഞിട്ടില്ല എന്റെ മോൾ, എന്റെ തോമാച്ച്. നമ്മുടെ വീട് ജപ്തി ചെയ്യാൻ വന്നപ്പോ അവരുടെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി യാചിക്കുന്നത് കണ്ടപ്പോ എന്റെ ചങ്ക് പൊട്ടിപ്പോയി മോളെ. ഇതെന്റെ ജീവനാ, എന്റെ സ്വപ്നമാ, അത് നിങ്ങൾ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ആര് കേൾക്കാനാ? ഞങ്ങളുടെ പൊന്നോമനയല്ലേ? നീ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഭാരമാകുന്നേ? ഞാൻ കാരണം നിങ്ങളെല്ലാവരും ഒരുപാട് വേദനിച്ചു. ഇനിയിപ്പോ നീ അതിനെ കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. മോള് ഞങ്ങളുടെ കൂടെ ഇപ്പോ വീട്ടിലുണ്ടല്ലോ, അതല്ലേ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഇനിയെല്ലാം ആദ്യം തുടങ്ങണം. സാരമില്ല പപ്പ, കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും ആശമോളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അവളെ നമുക്ക് ഡോക്ടറാക്കണം. അവൾ ഈ വീടിന് അഭിമാനമാകണം. അവക്കിപ്പോ ആവശ്യം നമ്മുടെ സ്നേഹമാ. മമ്മി, എനിക്ക് ഒരു കണ്ണാടി തരാമോ? 4 മാസമായി ഞാൻ എന്റെ മുഖം ഒന്ന് കണ്ടിട്ട്. ഞാനതൊന്ന് കണ്ടോട്ടെ. വേണ്ട മോളെ, നീ ഇപ്പോ നിന്റെ മുഖം കാണണ്ട. അത് കാണുമ്പോ നിനക്ക് സങ്കടം. വേണം, എനിക്കെന്റെ മുഖം കാണണം. എനിക്കൊരു കണ്ണാടി തരുമോ? വേണ്ട മോളെ, ഇപ്പോഴത്തെ നിന്റെ മുഖം കാണുമ്പോ നിനക്ക് സങ്കടാവും. മോളെ, ഈ പുറമെ കാണുന്ന ശൈലി മാത്രമല്ല സൗന്ദര്യം. മുഖം മൃതമായാലും നീ ഞങ്ങളുടെ കണ്ണും കരളും തന്നെയാ. ഇപ്പോ ഞാൻ ഈ കണ്ണാടിയിൽ എന്റെ ആത്മാവിനെ കാണുന്നു. ഈ കണ്ണാടിയിൽ ഞാൻ നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുന്നു. എന്റെ അറിവില്ലായ്മ വികൃതമാക്കി എന്നെ സ്നേഹം കൊണ്ട് മൂടുന്ന എന്റെ പപ്പയെ ഞാൻ കാണുന്നു. എന്റെ മമ്മിയെ ഞാൻ കാണുന്നു. എന്റെ അപ്പച്ചനെയും അമ്മച്ചിയും എന്റെ പൊന്നാങ്ങളെയും ഒക്കെ ഞാൻ കാണുന്നു. നിങ്ങളൊക്കെ എനിക്ക് ആരാണെന്ന് മനസ്സിലാക്കി തന്നു ഈ കണ്ണാടി. എന്നിലെ എന്നെയും നിങ്ങളിലെ നിങ്ങളെയും എനിക്ക് കാണിച്ചു തന്ന എന്റെ മുത്താണ് ഈ കണ്ണാടി. നിങ്ങളാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി, ഏറ്റവും വലിയ നിധി. ഇപ്പോ നമ്മുടെ വീട് ഒരു കുടുംബമായിട്ട് മാറി. സ്നേഹമുള്ള കുടുംബമാണ് ഭൂമിയിലെ സ്വർഗം.
அஞ்சு நாடு ஐந்து வீரல் அழகான கை வீரல் ஐவர் பஞ்சபாண்டர் பாண்டிருந்த நாடிங்கே மறையூரு கீழாந்தூரு காந்தல்லூரு காரையூரு கொட்டகுடியாகச் சேர்ந்த நாடிங்கே ஐவர் பஞ்சபாண்டர் பாண்டிருந்த நாடிங்கே ஆட்டுமலை அம்மன் காக்கும் நாடிங்கே வளருது சந்தன மரம் நாட்டுக்குள்ள வளருது சந்தன மரம் காட்டுக்குள்ள வளருது சந்தன மரம் நாட்டுக்குள்ள வளருது சந்தன மரம் பிள்ளை வள வளர்த்தி நம்ம வீட்டில் பிள்ளை வள வளர்த்தி நவ மனை வாசனை சந்தனம் பத்தி நவ மனை வாசனை சந்தனம் பத்தி காட்டுக்குள்ள வளருது சந்தன மரம் நாட்டுக்குள்ள வளருது சந்தன மரம் காட்டுக்குள்ள வளருது சந்தன மரம் சந்தன மரம்
மச்சான மச்சான் தேடி முத்திர வச்சா ஆசை கத்துற சத்தம் புரியாதா புரியாதா மூடி வைக்கிற கல்லும் தூரம் வைக்கிற சொல்லும் தாவி அள்ளிக்க சொல்லும் இது கூட தெரியாதா அட ஆடியா రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే కచ్చ కడితే నిడపోత నిండు రాత్రి కుర్చీని మాట్లాడబెట్టి కుర్చీని మాట్లాడబెట్టి Get
പതിറ്റാണ്ടുകളായി അനേകം കുഞ്ഞുങ്ങളിൽ വിജ്ഞാനത്തിന്റെ ദീപശിഖ തെളിയിച്ച് അജ്ഞതയുടെ അന്ധകാരമകറ്റിയ മൈക്കിൾ ഗിരി സ്കൂളിന്റെ 61ാമത് ആനുവൽ ഡേ സെലിബ്രേഷൻ ഡിക്കോറ 2026 തിരശ്ശീല വീഴുകയാണ്. നന്ദിയുടെ നറുമലരുകൾ ഹൃദയത്തിന്റെ ഭാഷയിൽ ഏവർക്കും നേരുകയാണ്. മലമുകളിൽ ഉയർത്തപ്പെട്ട ദീപൻ പോലെ ഇനിയും അനേകം മക്കളിലെ അന്ധകാരമകറ്റുവാൻ ഈ വിദ്യാപീഠം ഏവർക്കും സ്വാഗതം അരുളും. സ്നേഹം നിറഞ്ഞവരെ, നന്ദിയുടെ ഒരു വാക്ക്. പ്രതികൂലമായ ഈ ഒരു സാഹചര്യത്തിലും നിങ്ങളെല്ലാവരും ഈ പരിപാടി തീരുന്നത് വരെ നമ്മളോടൊപ്പം ഇവിടെ ആയിരുന്നതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും PTA അംഗങ്ങളുടെയും ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ എല്ലാ പേരിലുള്ള ഏറ്റവും സ്നേഹപൂർവമായ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.